നമസ്കാരം, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KASന്റെ എക്സാം 14-ാം തീയതിയാണ്. അപ്പൊ 2 ദിവസങ്ങൾ കൂടിയുണ്ട്, അതായത് ഒരു ദിവസം കൂടി മാക്സിമം ഉണ്ട്. ഈ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ UPSC ചോദിച്ചിട്ടുള്ള സെലക്ടഡ് പോർഷൻസ് ആയിട്ടുള്ള ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു 20 ചോദ്യം 2021, 22, 23, 24 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പം വേഗത്തിൽ ഒന്ന് നോക്കാം. എക്സ്പ്ലനേഷനിലേക്ക് നമ്മൾ പോകുന്നില്ല. 20 ചോദ്യങ്ങൾ വേഗത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് നിർത്താം. വരും മണിക്കൂറുകളിൽ ഇതുപോലെ UPSC ഓരോ മേഖലയിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകാം. ഒന്ന്, ഹു എമംഗ് ദി ഫോളോയിങ് റൂളേഴ്സ് ഇൻ ഏൻഷ്യൻ ഇന്ത്യ ഹാഡ് അസ്യൂം ദ ടൈറ്റിൽ ഓഫ് മട്ടവിലാസ, വിചിത്രചിത്ത, ഗുണഭാര? ആരെയാണ് ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഏൻഷ്യൻ ഇന്ത്യയിൽ അറിയപ്പെട്ടിരുന്നത്? ആൻസർ മഹേന്ദ്രവർമ്മൻ ഒന്നാമനെയാണ്. മഹേന്ദ്രവർമ്മൻ ഒന്നാമനെയാണ്. 2, ഫാക്സിയൻ. The Chinese pilgrim traveled to India during the reign of. ഈ ഫാക്സിയൻ എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്, ഫാഹിയൻ എന്നുള്ളതാണ്. ഫാക്സിയൻ എന്ന് നമ്മൾ വായിക്കും. ഇദ്ദേഹം ഒരു ചൈനീസ് തീർത്ഥാടകനാണ്. ഇദ്ദേഹം ആരുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിലേക്ക് വന്നതെന്നാണ് ചോദ്യം. ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ കാലഘട്ടത്തിലാണ്. എവിടെയാണ്? ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ കാലഘട്ടത്തിലാണ് ഫാക്സിയൻ എന്ന് പറയുന്ന ചൈനീസ് പിൽഗ്രിം നമ്മുടെ ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്തത്. 3, അശോകൻ ഇൻസ്ക്രിപ്ഷൻ സജസ്റ്റ് ദാറ്റ് ദ പ്രാദേശിക, രജുക, യുക്ത വേർ ഇമ്പോർട്ടന്റ് ഓഫീസേഴ്സ് അറ്റ് ദി. അപ്പൊ ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ അശോകന്റെ, പ്രത്യേകിച്ച് ഈ ഒരു ഓഫീസേഴ്സിന് കൊടുക്കുന്ന പേരുണ്ടല്ലോ അതൊന്നും നോക്കി വെക്കണേ. പ്രാദേശിക, രജുക, യുക്ത എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ഓഫീസേഴ്സ് അശോകന്റെ ഇൻസ്ക്രിപ്ഷനിൽ എവിടെ ഭരിച്ചിരുന്നവരാണ്? അതായത് എവിടെ ജോലി നോക്കിയിരുന്നവരാണ്? ഡിസ്ട്രിക്ട് ലെവൽ അഡ്മിനിസ്ട്രേഷൻ, ജില്ലാ തലത്തിൽ ഉണ്ടായിരുന്ന ഓഫീസേഴ്സിനെ അശോകന്റെ ഇൻസ്ക്രിപ്ഷൻസിൽ സജസ്റ്റ് ചെയ്യുന്ന പേരുകളാണ് പ്രാദേശിക, രജുക, യുക്ത. ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 4, the first Gandharva Mahavidyalaya, a music training school, was set up in 1901 by Vishnu Digambar Paluskar in. അതായത് ആദ്യത്തെ ഗന്ധർവ മഹാവിദ്യാലയ ഒരു മ്യൂസിക് ട്രെയിനിങ് സ്കൂളാണ് 1901 വിഷ്ണു ദിഗംബർ പാലുസ്കർ എന്ന് പറയുന്ന വ്യക്തി സ്റ്റാർട്ട് ചെയ്തത്. എവിടെയാണ്? ഓപ്ഷൻ ഡി, ലാഹോറിലാണ്. 5, the famous female figurine known as dancing girl. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവർക്കും അറിയാം. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് പടം വരെ ഉണ്ട്. ഈ ഡാൻസിങ് ഗേളിനെ മോഹൻജദാരോയിൽ നിന്നാണ് നമ്മളത് കുഴിച്ചെടുത്തത്, കണ്ടെത്തിയത്. ഇത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി, ബ്രോൺസ് കൊണ്ടാണ്. 6, which one of the following is a work attributed to playwright ഭാഷ? ഈ താഴെ പറയുന്നതിനകത്ത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, മധ്യമ വയോഗ. അടുത്ത 7, Sanghabudhi, an Indian Buddhist monk who traveled to China at the end of the 4th century AD, was the author of commentary on. Sanghabudhi എന്ന് പറയുന്ന ഇന്ത്യൻ മോങ്ക് ചൈനയിലേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഏകദേശം 4th സെഞ്ചുറിയുടെ അവസാനം. ഇദ്ദേഹം ഏതിന്റെ ഓതറാണ്? താഴെ പറയുന്ന കമന്ററിയിൽ ഏതിന്റെ ഓതർ ആണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്, സർവാസ്തിവത വിനയ സെയിൻ. 8, with reference to ancient India, Gautama Buddha was generally known by which of the following epithets? ഇദ്ദേഹത്തെ നമ്മൾ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പൊ വിശേഷിപ്പിക്കുന്ന പേരുകളാണ് ചോദിച്ചിരിക്കുന്നത്. ഗൗതമ ബുദ്ധനെ വിശേഷിപ്പിക്കുന്ന പേരുകൾ താഴെ പറയുന്നവർ ഏതൊക്കെയാണ്? ന്യായബുദ്ധ, ശാക്യമുനി, താതഗത. ഇതിനകത്ത് ഓപ്ഷൻ 2ഉം 3ഉമാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. സാഖ്യമുനി എല്ലാവർക്കും അറിയാം, അതുപോലെ താതഗത എന്ന് പറയുന്ന അല്ലെ തഥാഗത എന്ന് വേണമെങ്കിൽ ഓർക്കാം കേട്ടോ. ഞാൻ ഇംഗ്ലീഷ് പറയുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ കിട്ടാത്തതാണ്, ചിലപ്പോഴൊക്കെ എനിക്ക് തെറ്റ് വരുന്നുണ്ട്, എനിക്കറിയാം. അപ്പൊ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പൊ ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന വിശേഷണങ്ങളാണ്. അടുത്ത 9, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ദർ ആർ നോ പാരാബിൾസ് ഇൻ ഉപനിഷത്ത്. ഉപനിഷത്ത് വെയർ കമ്പോസ്ഡ് ഏർലിയർ ദാൻ ദി പുരാണാസ്. അതായത് ഉപനിഷത്തിന് പ്രത്യേകിച്ച് ഉപമകളൊന്നും ഇല്ല, അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തത്, പുരാണത്തിന് മുൻപ് തന്നെ ഉപനിഷത്ത് വേർ കമ്പോസ്റ്റ്, അതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ്. ഉപനിഷത്തുകൾക്ക് ഉപമയില്ല, ദർ ആർ നോ പാരാബിൾസ്. ഉപനിഷത്തിനകത്ത് ഉപമയില്ല എന്നുള്ളത് തെറ്റാണ്, ഉപമയുണ്ട്. എന്നാൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞത്? പുരാണത്തിന് മുൻപ് തന്നെ ഉപനിഷത്തുകൾ രചിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ഓപ്ഷൻ ബി ആണ്. 10, ഇൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് റീജിയൻ വാസ് ധ്യാനകഥക which flourished as a prominent Buddhist center under the Mahasanghhikas located? ധ്യാന കന്ദക ആന്ധ്രയിലാണ് കേട്ടോ. 11, with reference to ancient India, consider the following statement. The concept of സ്തൂപമില്ലേ, സ്തൂപം, അത് ബുദ്ധിസ്റ്റിന്റെ ഒറിജിനലോട് കൂടിയിട്ടാണ് ഈ ഒരു സ്തൂപം എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. സ്തൂപം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ
ഒരു കാര്യം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് സ്തൂപം സ്ഥാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ബുദ്ധന്റെ സ്തൂപം സ്ഥാപിക്കുക മീൻസ് ബുദ്ധനെ പറ്റിയിട്ട് മറ്റുള്ളവർക്ക് അറിവ് കിട്ടാണ്, എൻലൈറ്റ്മെന്റിന്, അങ്ങനെയൊക്കെ വെച്ചിട്ടല്ലേ. അപ്പൊ ഒറിജിൻ എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റുകളുടെ കാലഘട്ടത്തിലായിരുന്നു. 2, സ്തൂപ വാസ് ജനറലി എ റെപ്പോസിറ്ററി ഓഫ് റിലിക്സ്. സ്തൂപ വാസ് എ വോട്ടീവ് ആൻഡ് കോമറേറ്റീവ് സ്ട്രക്ചർ ഇൻ ബുദ്ധിസ്റ്റ് ട്രഡീഷൻ. ആ ഒരു ബുദ്ധിസ്റ്റ് ട്രഡീഷനിൽ ഇത് കൊണ്ടുവന്ന, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ആളെ പ്രകീർത്തിക്കാനോ അദ്ദേഹത്തിന്റെ എന്താണ് ആ ഒരു ദൈവരൂപത്തിലേക്ക് കൊണ്ടുവരാനോ എൻലൈറ്റ്മെന്റ് കാണിക്കാനോ ഒക്കെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. ഇതിനകത്തും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ബുദ്ധിസ്റ്റിന്റെ കാലഘട്ടത്തിന് മുൻപ് തന്നെ ഈ സ്തൂപ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. 12, വിത്ത് റെഫറൻസ് ടു ഏൻഷ്യൻ സൗത്ത് ഇന്ത്യ, കോർക്കൈ, പൂംഭൂർ ആൻഡ് മൂച്ചിരി. മുജിരി എന്ന് പറയും. മുജിരി അത് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. മുജിരി അല്ല, മുജിരി. വെൽ നോൺ ആസ് എന്തായിട്ടാണോ അറിയപ്പെട്ടിരുന്നത്? മുജിരി പട്ടണം അല്ലെ, പോർട്ടായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. പോർട്ടുകളായിരുന്നു. പൂംഭുഹാർ, കോർക്കൈ എന്നൊക്കെ പറയുന്നത് പോർട്ടുകളായിരുന്നു. 13, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് എക്സ്പ്ലെയിൻ ദ പ്രാക്ടീസ് ഓഫ് വട്ടകുരുത്തൽ ആസ് മെൻഷൻ ഇൻ സംഘം പോയം. ഈ സംഘം ലിറ്ററേച്ചർ കൃത്യമായിട്ട് വായിച്ചു പോവുക. ഇതിനകത്ത് വട്ടകുരുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദ്യം. ഇതിനകത്ത് കൃത്യമായിട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു രാജാവ് ഒരു യുദ്ധത്തില് തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സൂയിസൈഡ് ചെയ്യുന്ന ഒരു റിച്വൽ ഉണ്ടായിരുന്നു. അതിനെ സൂയിസൈഡ് ചെയ്യുന്ന ആ റിച്വലിനെയാണ് സംഘം ലിറ്ററേച്ചറിൽ വട്ടകുറുത്തൽ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. 14, കൺസിഡർ ദി ഫോളോയിങ് ഡയനാസ്റ്റി. ഹോയ്സല, ഗണ്ഡവാള, കഗാഡിയ, യാദവ എന്ന് പറയുന്ന ഈ ഡയനാസ്റ്റിയില് ഹൗ മെനി ഓഫ് ദി എബോ ഡയനാസ്റ്റി എസ്റ്റാബ്ലിഷ് ദെയർ കിങ്ഡം ഇൻ ഏർലി 18th century? 18th സെഞ്ചുറിയിൽ മുമ്പുണ്ടായിരുന്നത്, ആ 18th സെഞ്ചുറിയുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്നത് ഏതൊക്കെ ഡയനാസ്റ്റിയാണ്? ഇതിനകത്ത് ഒരു ഡയനാസ്റ്റി ഉണ്ടായിരുന്നില്ല. ഏടിയാണ് ഈ ചോദിക്കുന്നത്. 15, സോൾസ് ആർ നോട്ട് ഓൺലി ദ പ്രോപ്പർട്ടി ഓഫ് ആനിമൽ ആൻഡ് പ്ലാന്റ് ലൈഫ് ബട്ട് ഓൾസോ ഓഫ് റോക്സ്, റണ്ണിംഗ് വാട്ടർ ആൻഡ് മെനി അതർ നാച്ചുറൽ ഒബ്ജെക്ട്സ് നോട്ട് ലുക്ക്ഡ് ഓൺ ആസ് ലിവിംഗ് ബൈ അതർ റിലീജിയസ് സെക്ട്സ്. The above statement reflect one of the core belief of which of the following religious sects of ancient India? അതായത് നമ്മൾ ജീവനുള്ളവയ്ക്ക് മാത്രമല്ല, ഒഴുകുന്ന വെള്ളത്തിനും ഈ പറയുന്ന പാറയ്ക്ക് പോലും എന്തുണ്ട്? ഈ നമ്മുടെ സോൾ, ആത്മാവ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് ജൈനിസത്തിലാണ് കേട്ടോ, ജൈനിസത്തില്. 16, who among the following rulers of Vijayanagara Empire constructed a large dam across Tungabhadra river and canal aqueduct several kilometers long from the river to the capital city? ആരാണ് പറഞ്ഞത്? ദേവരായ ഒന്നാമത്. പിന്നെ ഈ വിജയനഗര സാമ്രാജ്യയിലെ അതും ഒന്ന് വായിച്ചു നോക്കിയിട്ട് പോവാ, +2 ടെക്സ്റ്റ് ബുക്കിലൊക്കെ കിടപ്പുണ്ട്. അടുത്തത് 17, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദി സംഘം ലിറ്ററേച്ചർ ഇൻ ഏൻഷ്യൻ സൗത്ത് ഇന്ത്യ ഈസ് കറക്റ്റ്? സംഘം ലിറ്ററേച്ചർ സൗത്ത് ഇന്ത്യയിലെ, ഏൻഷ്യൻ സൗത്ത് ഇന്ത്യയിലെ സംഘം ലിറ്ററേച്ചറിനെ പറ്റിയിട്ട് ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. സംഘം പോയംസ് ആർ ഡിവോയ്ഡ് ഓഫ് എനി റെഫറൻസ് ടു മെറ്റീരിയൽ കൾച്ചർ. സോഷ്യൽ ക്ലാസിഫിക്കേഷൻ ഓഫ് വർണ്ണ വാസ് നോൺ ടു സംഘം പോയറ്റ്. സംഘം പോയം ഹാവ് നോ റെഫറൻസ് ടു വാരിയർ എത്തിക്. സംഘം ലിറ്ററേച്ചർ റെഫേഴ്സ് ടു മാജിക്കൽ ഫോഴ്സസ് ആസ് ഇറാഷണൽ. ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ്? ഇത് മാത്രമാണ് കറക്റ്റ്. ദ സോഷ്യൽ ക്ലാസിഫിക്കേഷൻ ഓഫ് വർണ്ണ വാസ് നോൺ ടു സംഘം പോയറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 18, യോഗ വസിഷ്ഠ was translated into Persian by Nizamuddin Panipati during the reign of. യോഗ വസിഷ്ഠ എന്ന് പറയുന്ന കൃതി പേർഷ്യനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത നിസാമുദ്ദീൻ പാനിപ്പട്ടി എന്ന് പറയുന്ന വ്യക്തിയാണ്. ആരുടെ കാലഘട്ടത്തിൽ? അക്ബറിന്റെ കാലഘട്ടത്തിൽ. 19, the world's second tallest statue in sitting pose of Ramanuja was inaugurated by the Prime Minister of India at Hyderabad recently. Which one of the following statement correctly represent the teaching of Ramanuja? എന്താണ്? The best means of salvation and devotion. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ഹൈദരാബാദില് രാമാനുജ ഇനാഗുറേറ്റ് ചെയ്തത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ടീച്ചിങ്? ദ ബെസ്റ്റ് മീൻസ് ഓഫ് സാൽവേഷൻ ആൻഡ് ഡിവോഷൻ. 20, the Prime Minister recently inaugurated the new circuit house near Somnath temple at Veraval. Which of the following statement are correct regarding the Somnath temple? Somnath temple പറ്റിയിട്ട്, temple is one of the Jyotirlinga shrines. A description of Somnath temple was given by Al-Burani. Pran Pradishta of Somnath temple was done by President S. Radhakrishnan. ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി? 1ഉം 2ഉം മാത്രം. ഇതും ശരിയാണ്. ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അൽബുറാനി കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. അതുപോലെ സോമനാഥ് ടെമ്പിൾ ഈസ് വൺ ഓഫ് ദി ജ്യോതിർലിംഗ ഷ്രൈൻ. ഈ 2 സ്റ്റേറ്റ്മെന്റ് ആണ് ശരി. അപ്പൊ 20 ചോദ്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇത് UPSCയുടെ പ്രീവിയസ് ചോദ്യങ്ങളാണ്.
ഇതുപോലെയുള്ള ചോദ്യങ്ങൾ മാക്സിമം ഇപ്പൊ കിട്ടുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ നോക്കി പോകാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.